വർഷം തോറും ധാരാളം മൃഗങ്ങളാണ് ക്ലോൺ ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ധാരാളം ഹൈബ്രിഡ് അനിമൽസും ഭൂമിയിൽ ജനിക്കുന്നു. മനുഷ്യർ ഇങ്ങനെ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നുണ്ടായ ഏറ്റവും വിചിത്രമായ ചില ജീവികളെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 1800 മുതൽ തന്നെ ബെൽജിയത്തിലെ സയന്റിസ്റ്റുകൾ കൂടുതൽ ഇറച്ചിക്ക് വേണ്ടി പശുക്കളിലും കാളകളിലും ധാരാളം ബ്രീഡിംഗ് എക്സ്പെരിമെന്റുകൾ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി 1950-ൽ ബെൽജിയം ബ്ലൂ എന്ന ഒരു ബ്രീഡ് ജനിച്ചു. ഇവ സാധാ പശുവിനേക്കാളും കാളയേക്കാളും വളരെ വലുതാണ്. സാധാരണ കന്നുകാലികളേക്കാൾ 20% മസിൽ കണ്ടന്റ് ഇവകളിലുണ്ട്. മയോസ്റ്റാറ്റിൻ എന്ന ജീൻ കുത്തിവെച്ചാണ് ഇവകളെ നിർമ്മിക്കുന്നത്. ഇതിന്റെ ഇറച്ചിയിൽ ഫാറ്റിന്റെ അളവ് വളരെ കുറവാണ്. കാണാൻ നല്ല ആരോഗ്യവാന്മാരാണെങ്കിലും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. ഹാർട്ട് പ്രോബ്ലംസും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും ഇവകളുടെ പ്രധാന പ്രശ്നമാണ്. വെക്കാൻഡി മൗസ് എന്ന ഈ എലിയെ 1997-ൽ ചാൾസ് വെക്കാൻഡി എന്ന വ്യക്തിയാണ് നിർമ്മിച്ചത്. ചെവിയുടെ രൂപമുള്ള അവയവം ഒരു എലിയുടെ പുറത്ത് ഒരു പശുവിന്റെ കാർട്ടിലേജ് കോശങ്ങളുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. ഈ എലിയുടെ ചിത്രം സമൂഹത്തിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായി. മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതകൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ധാരാളം പേർ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ മറുവശത്ത് സയന്റിസ്റ്റുകൾ പറയുന്നത് ഈ പരീക്ഷണം ഭാവിയിൽ ട്രാൻസ്പ്ലാന്റിന് വേണ്ട മനുഷ്യാവയവങ്ങൾ വളർത്തിയെടുക്കാനുള്ള പോസിബിലിറ്റി ആണെന്നാണ്. ഇതൊരു എട്ടുകാലിയുടെയും ആടിന്റെയും ഹൈബ്രിഡ് ആണ്. റാൻഡി ലൂയിസ് എന്ന സയന്റിസ്റ്റാണ് ഇങ്ങനെ ഒരു ഹൈബ്രിഡ് ആടിനെ കണ്ടെത്തിയത്. സ്പൈഡർ സിൽക്ക് സ്റ്റീലിനേക്കാൾ 5 മടങ്ങ് ശക്തിയേറിയതാണ്. അതുകൊണ്ട് തന്നെ പല ശക്തമാർന്ന സാധനങ്ങളും ഇതുപയോഗിച്ച് നിർമ്മിക്കാം. എന്നാൽ ഒരു എട്ടുകാലി വളരെ ചെറിയ അളവിൽ മാത്രമേ സ്പൈഡർ സിൽക്ക് നിർമ്മിക്കൂ. ഈ പ്രശ്നം പരിഹരിക്കാൻ സ്പൈഡർ സിൽക്ക് ജീനും ആടുകളിലെ പാലിന്റെ ജീനും കൂട്ടിച്ചേർത്ത് ഒരു ഫീമെയിൽ ആടിലേക്ക് കുത്തിവെച്ചു. ഇങ്ങനെ ജനിക്കുന്ന ആടുകളാണ് സ്പൈഡർ ഗോട്ടുകൾ. ഇവ പാൽ നൽകുന്ന സമയമാകുമ്പോൾ ഈ ആടുകളുടെ പാലിൽ സ്പൈഡർ സിൽക്ക് പ്രോട്ടീൻ ഉണ്ടാവും. ഈ പാല് പിന്നീട് ഫിൽട്ടർ ചെയ്താൽ സ്പൈഡർ സിൽക്ക് ലഭിക്കും. തവളകളെ ബയോളജി ക്ലാസ്സുകളിൽ കീറിമുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് തവളകളെ ഇതിനായി ഉപയോഗിക്കുന്നത് എന്നറിയാമോ? കാരണം ഒരു തവളയുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പൊസിഷൻ ഏതാണ്ട് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ഇരിക്കുന്ന അതേ പൊസിഷനിലാണ്. എന്നാൽ ജപ്പാനിലെ ഒരു ലാബിൽ ഇനി തവളകളെ കൊല്ലാതെ തന്നെ പഠിക്കാനുള്ള ഒരു വിദ്യ കണ്ടെത്തി. ഗ്ലാസ് പോലെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന സ്കിന്നുള്ള ഫ്രോഗുകളെ സയന്റിസ്റ്റുകൾ നിർമ്മിച്ചു. തവളകളുടെ സ്കിൻ കളർ കുറക്കുന്ന ജീൻ മോഡിഫൈ ചെയ്താണ് ഇത്തരം ഗ്ലാസ് ഫ്രോഗുകൾ നിർമ്മിച്ചത്. ചിക്കൻ ബ്രീഡിംഗ് കൂടുതൽ എഫിഷ്യന്റ് ആക്കുന്നതിന് വേണ്ടി തൂവലില്ലാത്ത കോഴികളെ നിർമ്മിക്കുകയുണ്ടായി. ഇങ്ങനെ നിർമ്മിച്ച കോഴികളിൽ കലോറി കുറവായിരിക്കും. അതുപോലെ പെട്ടെന്ന് വളരുകയും ചെയ്യും. തൂവലില്ലാത്തതുകൊണ്ട് അവയെ അറുത്താൽ തൂവൽ പറിച്ചു കളയുന്ന സമയവും ലാഭിക്കാം. എന്നാൽ ഈ എക്സ്പെരിമെന്റ് സയന്റിഫിക് കമ്മ്യൂണിറ്റി അംഗീകരിച്ചില്ല. കാരണം ഇങ്ങനെ നിർമ്മിക്കുന്ന കോഴികളിൽ പെട്ടെന്ന് ബാക്ടീരിയ വളരും. അതുകൂടാതെ കൊതുകുകളിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷണവും ലഭിക്കില്ല. ഇത് കാരണം ഈ എക്സ്പെരിമെന്റ് എന്നേക്കുമായി ഉപേക്ഷിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് കണ്ടുപിടുത്തമാണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.